हफ्ते में मैं जाऊंगा। हफ्ते हाँ। में जाते हैं आप? हाँ। अच्छा, तो कोई प्रॉब्लम नहीं है। ओके। नहीं। जी ठीक है। तो चेन्नई में आप अकेले हैं? हाँ, चेन्नई में अकेला ही। अच्छा जी, ओके। ठीक है। तो देखिए ना, എല്ലാവരും വന്നില്ലേ? तो Yes. ഇതർ देखिए, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് ക്വസ്റ്റ്യൻസ് ഒക്കെ എങ്ങനെ ഉണ്ടാക്കും എന്ന് പറഞ്ഞിട്ടില്ലായിരുന്നോ? Yeah. ക്വസ്റ്റ്യൻസ് ഒക്കെ എങ്ങനെയാണ് നമ്മള്, അതായത് ഹേ എന്നുള്ളത് ഹേക്കാന്ന് എങ്ങനെയാക്കും എന്ന് പറഞ്ഞിരുന്നല്ലേ? അപ്പൊ എങ്ങനെയാ പറയാ? Hmm. നാളെ ക്ലാസ് ഉണ്ടോ എന്ന് എന്നോട് ചോദിക്കൂ. नाളെ ക്ലാസ് ഉണ്ടോ? कल क्लास है क्या? കൽ ക്ലാസ് ഹേക്കാ. നിങ്ങൾ ഇർഷാദ് ആണോ എന്ന് ചോദിക്കൂ. आप इरशाद है क्या? ആ आप ഇർഷാദ് ഹേക്കാ, നിങ്ങളൊരു ടീച്ചറാണോ? आप हाँ, अध्यापक है हाँ, क्या? हाँ। आप അധ്യാപക ഹേക്കാ അല്ലെങ്കിൽ है ടീച്ചർ क्या? ഹേക്കാ. നിങ്ങളുടെ Yes. മകൻ ടീച്ചറാണോ? आपका बेटा ഉം. आपका बेटा टीचर है आपका क्या? बेटा टीचर है क्या? आपका बेटा ടീച്ചർ ഹേക്കാ. ഇത് നിങ്ങളുടെയാണോ? ये നിങ്ങളുടെയാണോ? आप ये ये आपका आपका है है क्या? क्या? ആ വെരി ഗുഡ്. യേ ആപ്കാ ഹേ ക്യാ? യേ ആപ്കാ ഹേ ക്യാ? ഇത് നിങ്ങളുടെയാണോ? യേ ആപ്കാ ഹേ ക്യാ എന്താന്നൊന്നും പറയുന്നില്ല. ഇത് നിങ്ങളുടെയാണോ എന്ന് മാത്രം ചോദിക്കുന്നുള്ളൂ അല്ലേ? അപ്പൊ യേ ആപ്കാ ഹേ ക്യാ എന്ന് ചോദിച്ചോളണം അല്ലേ? ഓക്കെ. Yes. നിങ്ങളുടെ ക്ലാസ്സിൽ ഒരുപാട് ആളുകളുണ്ടോ? आपके क्लास में बहुत बहुत अच्छा लोग है आदमी क्या? ആ बहुत आदमी है क्या? ആ ആദ്മി എന്ന് പറയുമ്പോ മനുഷ്യൻ, സോറി, പുരുഷൻ എന്നുള്ള ഒരു രീതിയായേ. അതിന് പകരം നമുക്ക് ज्यादा എന്താക്കാം? लोग ബഹുത് ലോഗ് ഏക്കാന്ന് ചോദിച്ചോളൂ. അതല്ലേ നല്ലത്? बहुत लोग ആ आपका क्लास में बहुत लोग हैं क्या? बहुत लोग हैं क्या? ഒരുപാട് ആളുകളുണ്ടോ എന്ന് ചോദിക്കുന്നല്ലേ? ഓക്കെ. നിനക്ക് നാളെ Yes. ലീവാണോ? कल छुट्टी है क्या? आप ആ കൽ छुट्टी है क्या? നാളെ ലീവാണോ? आपको നാളെ ലീവല്ലേ? हाँ, कल ലീവല്ലേ? छुट्टी है। कल छुट्टी है ना? കൽ छुट्टी है कल ना? छुट्टी है ना? അല്ലേ? കൽ छुट्टी है ना? നാളെ ലീവല്ലേ? നിങ്ങൾക്ക് നാളെ ലീവാണല്ലേ? ക്ലാസ് ആണ് ഞാൻ ഉദ്ദേശിച്ചേ. हाँ, हाँ। हाँ, छुट्टी है ना? छुट्टी है आपको हाँ छुट्टी आपको छुट्टी ये है। कल छुट्टी है। रोज क्लास चाहिए क्या? എന്നും വേണോ ക്ലാസ്? नहीं नहीं, छुट्टी नहीं होना चाहिए. चाहिए। ഇങ്ങനെ തന്നെ മതിയല്ലേ? एक यस दिन हाँ यस। छोड़ के, അല്ലെങ്കിൽ हाँ, ये ബോറടി. अच्छा। ജി. अच्छा शेड्यूल है। ഈ അച്ഛ ഷെഡ്യൂള് നിങ്ങക്ക് മിസ്സായിട്ടുണ്ടെങ്കിൽ കാണാനുള്ള ഒരു ഗ്യാപ്പ് ഉണ്ട് അല്ലേ? यस। ഓക്കെ. ജി ठीक है. അതോ നിങ്ങളുടെ അടുത്ത് കുറച്ച് പൈസ ഉണ്ടോ? आपका पास आपका पैसा पास ഉം. पैसा पास है। थोड़ा पैसा आपके पास है है क्या? थोड़ा आपके पैसा है पास क्या? थोड़ा पैसा है क्या? അല്ലെങ്കിൽ कुछ पैसा है क्या? ओके, जयप्रसाद जी, आपके पास पैसा है क्या? Yeah. ഉണ്ട് है? कितना पैसा है? कितना पैसा है? എത്രയാ ഉള്ളേ? കുറച്ചുണ്ടെങ്കിൽ എനിക്ക് തരുമോ? ദേ സക്തേ ഹേ ക്യാ? ജയപ്രസാദ് ജി ആലോചിക്കാം, ഓ ഇവക്ക് കൊടുക്കണോ. ओके जी ठीक है. इग्नेशियस जी, आपको कुछ चेंजेस आ गए हैं फेस में? Yeah. Yes, good. क्या किया? ओ, कट किया? हाँ okay. अच्छा, ओके ओके जी ठीक है. അതോ देखिए ना, നമ്മളിപ്പോ പറഞ്ഞതെല്ലാം നമ്മളെ ഉണ്ടോ, ഉണ്ട് എന്നൊക്കെ പറയുന്നതാണല്ലേ? ഉണ്ട് എന്ന് പറയുന്നതും ഇത് ഉണ്ടോ എന്ന് ചോദിക്കുന്നതൊക്കെയാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞത്. എനിക്കിനി ഇതെല്ലാം ആയിരുന്നു എന്ന് പറയണം, അല്ലെങ്കിൽ ഉണ്ടായിരുന്നു എന്ന് പറയണം. ഇപ്പൊ ജയപ്രസാദ് ജി പറഞ്ഞു എന്റെ അടുത്ത് പൈസയുണ്ട് അല്ലെ? എന്റെ അടുത്ത് പൈസ ഉണ്ടെന്ന് എങ്ങനെ പറയും? മേരെ പാസ് പെസ पैसा है ഹേ. है അല്ലെ? മേരെ പാസ് പേസ ഹെ. എനിക്കിത് പണ്ടത്തെ പോലെ പറയണം. എന്റെ അടുത്ത് പൈസ ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. അപ്പൊ मेरे എനിക്ക് എന്ത് पास വെച്ചു കൊടുത്താൽ മതി? ഥ भी എന്നുള്ള വെച്ചു കൊടുത്താൽ മതി. അതായത് ഈ ഹേ പറഞ്ഞ സ്ഥലത്ത് എനിക്ക് ഇനി എന്ത് വെച്ചാ മതി? ഥ हाँ വെച്ചു കൊടുത്താൽ മതി. അപ്പൊ എന്തായി? हाँ പൈസ ഉണ്ടായിരുന്നു. ഥായാണ് കേട്ടോ. ഥ നോർമൽ हाँ തായല്ല, ഥ എന്നാണ് കേട്ടോ വരുന്നത്. മേരെ പാസ് okay. പെസ ഥ. നിങ്ങൾ ആരെങ്കിലും ഉറങ്ങുന്നുണ്ടോ?
ഉറങ്ങുന്നുണ്ടോ? നെയ്യേ അത്ത ക്യാമറ ഓൺ കീജിയേ. ഉറങ്ങുന്നില്ലെങ്കിൽ ക്യാമറ ഓൺ കീജിയേ. സബ് ലോഗ് ആയിയേ. എനിക്ക് ഭയങ്കര ഡൗട്ടാണ് ഈ ടൈമിൽ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നവര്. നിങ്ങൾ ഉറങ്ങിയാലോ അല്ലേ? ഓക്കെ, അപ്പോ മേരെ പാസ് പൈസ ഥാ എന്ന് വെക്കണം അല്ലെ. എന്റെ അടുത്ത് പൈസ ഹേ എന്ന് പറഞ്ഞ സ്ഥലത്ത് എന്ത് ചെയ്യണം? പൈസ ഥാ എന്ന് പറയുമ്പോ അതെന്തായി? ഉണ്ടായിരുന്നു, പാസ്റ്റ് പറയുന്ന പോലെയായേ. ഇത് ഥാ മാത്രമല്ല, നമുക്ക് ഥീ എന്നുള്ളതും ഉണ്ട്. ഥീ. ഇത് മാത്രമല്ല, നമുക്ക് ഥേ എന്നുള്ളതും കൂടി ഉണ്ട്. ഥേ. ഇതൊക്കെ ആർക്കൊക്കെ ആയിരിക്കും? ഥാ സ്വാഭാവികമായിട്ട് ആർക്കാ? പുരുഷന്മാർക്ക്. ഥീയോ? സ്ത്രീകൾക്ക്. അപ്പൊ ഥേയോ? ബഹുമാനത്തോടെ പറയുമ്പോ ബഹുമാനത്തോടെ അല്ലെങ്കിൽ ബഹുവചനത്തിനൊക്കെയാണ് നമ്മൾ ഥേ യൂസ് ചെയ്ത് കൊടുക്കുന്നത് അല്ലെ. അപ്പൊ ഥാ ഥീ ഥേ. അപ്പൊ ഇത് എപ്പോഴും ആൾക്കാർക്ക് അനുസരിച്ചിട്ടല്ല കേട്ടോ. ആ സെന്റൻസിൽ ആരെ കുറിച്ചിട്ടാണോ പറയുന്നത് അയാൾക്കനുസരിച്ചിട്ടാണ് അവിടെ വെക്കുക. ഓക്കെ, ചിലപ്പോ ആളാവാം, ചിലപ്പോ അതൊരു സാധനം ആവാം. ഓക്കെ, അപ്പൊ അതിനനുസരിച്ച് നമുക്ക് കുറച്ച് പറഞ്ഞു നോക്കാം, അപ്പൊ മനസ്സിലാവും. അത് രാഹുൽ ആണ് എന്ന് എങ്ങനെയാ പറയാ? അത് രാഹുൽ ആണ്. वो राहुल है। രാഹുൽ ഹേ. ഓ രാഹുൽ ഹേ. അത് രാഹുൽ ആണോ എന്നെങ്ങനെയാ ചോദിച്ചത്? वो राहुल है क्या? ആ, ഓ രാഹുൽ ഹേ ക്യാ അല്ലെ, ആണോ എന്നുള്ളത്. അത് രാഹുൽ ആയിരുന്നു എന്ന് പറയുമ്പോ वो राहुल का। രാഹുൽ ധാ. ഓ രാഹുൽ ഥാ അല്ലെ. അത് രാധ ആയിരുന്നു എന്ന് പറയുമ്പോ वो राधा ഓ രാധ. അത് രാധയായിരുന്നു. നമ്മളിപ്പോ ഇവിടെ ആരെ കുറിച്ചിട്ടാ പറഞ്ഞത്? രാധ. രാധ എന്ന് പറഞ്ഞിട്ടുള്ള ആളെ കുറിച്ചിട്ടാ. രാധ ആണാണോ പെണ്ണാണോ? പെണ്ണ്. പിന്നെ ആണുണ്ട്. ആ രാധാകൃഷ്ണ. ആ രാധാകൃഷ്ണന് രാധ എന്ന് വിളിക്കണ്ടല്ലേ. ഓ നിങ്ങൾ ഇങ്ങനെ ഒന്നും എന്താന്ന് ഇവിടെ പറയട്ടോ. എന്താന്ന് നിങ്ങൾ ഇങ്ങനെ ഒന്നും പറയില്ലേ അല്ലേ? ഇങ്ങനൊന്നും ഫിലിമിലെ ദിലീപിന്റെ ഫിലിമിലെ ആ മനസ്സിലായി. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇങ്ങനൊന്നും വിചാരിക്കില്ലേ കേട്ടോ. ഓക്കെ, അപ്പോ ബോ രാധ. പേര് മാറ്റി പിടിക്കണോ? വേറെ ഏതെങ്കിലും പേര് ഉണ്ടോ? റോഷ്നി. हाँ റോഷ്നി പെണ്ണ് മാത്രല്ലേ ഉള്ളൂ അല്ലേ? ആ, ഓക്കെ, അപ്പോ അത് റോഷ്നി ആയിരുന്നു. ഓ रोशनी थी। റോഷ്നി ഥീ അല്ലെ. അത് റോഷ്നിയുടെ വീടാണ് എന്ന് എങ്ങനെയാ പറയാ? അത് റോഷ്നിയുടെ വീടാണ്. वो रोशनी की घर है। റോഷ്നി കി ഘറോ? റോഷ്നി കാ ഘർ. കാ അല്ലേ? കാരണം എന്താ? ഘർ എന്നുള്ളത് പുല്ലിംഗമാണ് അല്ലേ. ഓ റോഷ്നി കാ ഘർ ഹേ. റോഷ്നിയുടെ വീടാണ്. അത് റോഷ്നിയുടെ വീടായിരുന്നു എന്ന് പറയുന്നതോ? वो रोशनी का घर റോഷ്നി കാ ഘർ थी। ആ വേണോ ഥീ വേണോ? थी। ഓക്കെ, ഇവിടെ നമ്മൾ ആരെ കുറിച്ചാ സംസാരിച്ചേ? रोशनी। ഇല്ല, റോഷ്നിയുടെ വീടിനെ കുറിച്ചിട്ടല്ലേ പറഞ്ഞത് അല്ലെ. റോഷ്നിയുടെ വീടിനെ കുറിച്ചിട്ടല്ലേ പറഞ്ഞത്. അപ്പൊ റോഷ്നി കാ ഘർ ഥാ അല്ലെ. അപ്പൊ അത് അവന്റെ വീടായിരുന്നു അല്ലെങ്കിൽ അത് രാഹുലിന്റെ വീടായിരുന്നു എന്ന് പറയുമ്പോ वो राहुल का घर था। വെരി ഗുഡ്. ഓ രാഹുൽ കാ ഘർ ഥാ. അത് രാഹുലിന്റെ വീടായിരുന്നു എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? അവന്റെ വീട് ദൂരെയാണ്. അവന്റെ വീട് ദൂരെയാണ്. का घर बहुत दूर है। ആ ഉസ്കാ ഘർ ബഹുത് ദൂർ ഹേ. ഉസ്കാ ഘർ ബഹുത് ദൂർ ഹേ. ഭയങ്കര ദൂരെയാണെന്നല്ലേ. അവന്റെ വീട് ദൂരെ ആയിരുന്നു. उसका घर दूर था। ആ ഉസ്കാ ഘർ ബഹുത് ദൂർ ആയിരുന്നു. हाँ ഥാ. ഉസ്കാ ഘർ ബഹുത് ദൂർ ഥാ. അത് രാഹുലിന്റെ വണ്ടിയാ. वो राहुल वो राहुल का गाड़ी था। गाड़ी രാഹുൽ കി ഗാഡി है। ഹേ. ആണെന്ന് പറയുമ്പോ ഹേ. അത് രാഹുലിന്റെ വണ്ടി ആയിരുന്നു. वो राहुल की गाड़ी थी। വെരി ഗുഡ്. എന്തുകൊണ്ടാ ഥീ വന്നൊന്നും കൂടി പറഞ്ഞു കൊടുക്കൂ ബാക്കി എല്ലാവർക്കും.
ഗാഡി ആ ഗാഡി ശ്രീലങ്ക. അതെ, ഗാഡിനെ കുറിച്ചിട്ടാ സംസാരിച്ചതല്ലേ. രാഹുല് വന്നേ ഉള്ളൂ, പക്ഷെ രാഹുലിനെ പറ്റിയല്ല സംസാരിച്ചത്, രാഹുലിന്റെ വണ്ടിയെ കുറിച്ചിട്ടാ സംസാരിച്ചത്. വോ രാഹുൽ കി ഗാഡി ഥീ എന്ന് പറയണം അല്ലേ. രാഹുൽ കി ഗാഡി ഥീ. ആ, ക്ലാസ്സിൽ ഒരുപാട് ആളുകളുണ്ട് എന്നെങ്ങനെയാ പറയാ? ക്ലാസ്സിൽ ഒരുപാട് ആളുകളുണ്ട്. क्लास में ഉം. बहुत बहुत लोग ഉം. हैं। ലോഗ് है ഹേ അല്ലെ. ക്ലാസ് മേ ബഹുത് ലോഗ് ഹേ, ഒരുപാട് ആളുകളുണ്ട്. ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. क्लास में बहुत लोग बहुत से लोग ബഹുത് ലോഗ് थे। ഹേ അല്ലെ. എന്തുകൊണ്ടാ ഥേ? ഇല്ല, ഒരുപാട് ആളുകളെ കുറിച്ചിട്ടല്ലേ സംസാരിക്കുന്നത്, അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ വരുന്നത്. ഓക്കെ, അത് അവന്റെ മൊബൈൽ ഫോണാണ്, അവന്റെ ഫോണാണ്. वो उसका मोबाइल फोन है। वो उसका मोबाइल फोन है. അത് അവളുടെ മൊബൈൽ ഫോണാണ്. वो उसकी मोबाइल फोन है। അല്ല, हाँ वो सॉरी। उसका मोबाइल हाँ फोन है. സെയിം അല്ലെ, हाँ സെയിം यस സെന്റൻസ് അല്ലേ പറയാ. हाँ यस ഉസ്കാ यस यस മൊബൈൽ ഫോൺ ഹേ എന്ന് തന്നെ പറയണം. ഓക്കെ, കാരണം എന്താ, ഉസ്കാ കഴിഞ്ഞിട്ട് വരുന്നത് മൊബൈൽ എന്നുള്ള വേർഡല്ലേ, അത് പുല്ലിംഗായിട്ടാണ് നമ്മൾ കാണാറുള്ളത്. അപ്പൊ वो उसका മൊബൈൽ ഫോൺ ഹേ എന്ന് തന്നെ നിന്നോട്ടെ. ഓക്കെ, അപ്പോ അത് അവന്റെ മൊബൈൽ ഫോൺ ആയിരുന്നു എന്ന് പറയുമ്പോഴോ? उसका मोबाइल फोन था। ഉം. वो वो उसका उसका मोबाइल मोबाइल फोन वो उसका ഉം. मोबाइल फोन था ഥാ. वो उसका മൊബൈൽ ഫോൺ ഥാ എന്ന് പറഞ്ഞാൽ മതി അല്ലേ. ഓക്കെ, അപ്പൊ നോക്കൂ, ഞാൻ ഇന്ന് ലീവിലാണ് എന്നെങ്ങനെയാ നമ്മൾ പറഞ്ഞത്? ഞാൻ ഇന്ന് मैं ലീവിലാണ്. आज छुट्टी पर हूँ। यहाँ छुट्टी ഉം. छुट्टी पे छुट्टी पर पर हूँ। മറക്കരുതേ. छुट्टी पर हूँ, मैं आज छुट्टी पर हूँ. അപ്പൊ ഞാൻ ഇന്നലെ ലീവിലായിരുന്നു എന്ന് എങ്ങനെയാ പറഞ്ഞത്? मैं പറയാം. कल छुट्टी पर था। ഉം. मैं आज छुट्टी पर था. സ്ത്രീകളാവുമ്പോഴോ? छुट्टी पर थी। വൈ അവിടെ എന്തിനെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിച്ചത്? നെഹി, ഞാൻ ലീവിലായിരുന്നു എന്നാ പറഞ്ഞത്. എന്നെ കുറിച്ചിട്ടാ സംസാരിക്കുന്നത് അല്ലെ. എന്റെ മകൻ ലീവിലായിരുന്നു എന്ന് പറയുമ്പോഴോ? मेरा ബേട്ട बेटा छुट्टी पर था। ആ മേരാ ബേട്ട ചുട്ടി പർ ഥാ അല്ലേ, എന്റെ മകൻ ലീവിലായിരുന്നു എന്നുള്ളത്. ഇനി ഒന്ന് സ്ക്രീൻ നോക്കൂ. വോ സുബ ഇധർ ഥാ, അവൻ രാവിലെ ഇവിടെ ഥാ ഉണ്ടായിരുന്നു അല്ലെ. അത് അവളാവുമ്പോഴോ? വോ സുബ ഇധർ वो सुबह इधर थी ഥീ വരും അല്ലെ. വോ സുബ ഇധർ ഥീ എന്ന് വരും അല്ലെ. സ്ത്രീ ആയതുകൊണ്ടാണ് അവിടെ ഥീ വരാനുള്ള റീസൺ കേട്ടോ. ഇനി നോക്കൂ, കൽ മേരി ബേട്ടി ചുട്ടി പർ ഥീ. സോറി, ഇന്നലെ എന്റെ മകൾ ലീവില് ആയിരുന്നു. മകളായതുകൊണ്ടാണ് എന്താ അവിടെ ചുട്ടി പർ ഥീ വന്നത്. മകളെ കുറിച്ചിട്ടല്ലേ പറഞ്ഞത്, അവളല്ലേ ലീവിലായിരുന്നു എന്ന് പറഞ്ഞത്. ഇനി അത് മകനാവുമ്പോഴോ? കൽ मेरा बेटा छुट्टी पर था। ആ കൽ മേരാ ബേട്ട ചുട്ടി छुट्टी പർ पर था ഥാ എന്ന് വരും കേട്ടോ. ഹം കൽ ഷാം ബാഹർ ഥേ, ഞങ്ങൾ ഇന്നലെ നാളെ ഷാം ഓക്കെ ആ ഇന്നലത്തെ, അതായത് കൽ എന്നുള്ളത് ഇന്നലെ തന്നെ ആയിരിക്കും, കാരണം ആയിരുന്നു എന്നല്ലേ പറയുന്നത്. അപ്പൊ നാളെ എന്നുള്ള അർത്ഥം വരില്ലേ. ഹം കൽ ഷാം, ഞങ്ങൾ ഇന്നലെ വൈകുന്നേരം. ബഹർ പുറത്ത്. ആയിരുന്നു എന്ന് പറയുമ്പോ ഥായും ഥീയും ഹേയൊക്കെ യൂസ് ചെയ്യാം. ഇവിടെ ഥേ വന്ന എന്തുകൊണ്ടാ? ഞങ്ങൾ എന്നുള്ളതുകൊണ്ടല്ലേ. ഹം കൽ ഷാം ബാഹർ ഥേ എന്നതുകൊണ്ടാണ് വന്നത്. ഉസ്കാ ഘർ പെഹലെ മുംബൈ മേ ഥാ, ഇവിടെ എന്താണ് സബ്ജക്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഉസ്കാ ഘർ പെഹലെ മുംബൈ മേ ഥാ. അവരുടെ വീട് അവന്റെ എന്താ ഇവിടുത്തെ സബ്ജക്റ്റ് ആരാ? എന്താ? വീട് വീടല്ലേ. അവന്റെ വീടാണെങ്കിൽ അവളുടെ വീടാണെങ്കിൽ ഒക്കെ നമ്മൾ ഉസ്കാ ഘർ എന്ന് തന്നെയാ പറയാ. ഓക്കെ, പെഹലെ മുംബൈ മേ ഥാ, ആദ്യം മുംബൈയിലായിരുന്നു. ഇനി ഇതിപ്പോ അവളുടെ വീട് മുംബൈയിലായിരുന്നു എന്ന് പറയുമ്പോഴായി സെന്റൻസ്. അവന്റെ വീട് മുംബൈയിലായിരുന്നു എന്ന് പറയുമ്പോഴോ? സെയിം തന്നെയാ വരാ അല്ലെ. ഉസ്കാ ഘർ പെഹലെ മുംബൈ മേ ഥാ തന്നെയാ വരാ. കാരണം എന്താ,
അവിടെ വീടിനെയാ നോക്കുന്നത്, അതുകൊണ്ട് സെയിം ഇതന്നെ വരും. ഓക്കെ. രാധ കൽ ഘർ മേ അക്കേലി थी. അക്കേല എന്ന് പറഞ്ഞാൽ എന്താ? അക്കേല, തനിയെ ഒറ്റയ്ക്ക്. തനിയെ, ഒറ്റക്ക് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ രാധ കൽ ഘർ മേ അക്കേലി थी. രാധ ഇന്നലെ വീട്ടില് അക്കേലി थी. അക്കേല, അക്കേലി എന്നൊക്കെ പറയുമ്പോ എന്താണ്? ഒറ്റക്ക് എന്നുള്ള അർത്ഥമാണ്. അപ്പൊ അക്കേലി थी. ഇത് രാഹുൽ ആണെങ്കിലോ, രാഹുൽ കൽ ഘർ മേ അക്കേലി അക്കേല അക്കേല ഥ. അക്കേല ഥ എന്ന് വരും കേട്ടോ. ഓക്കെ. മേരെ പാസ് പൈസ നെഹി ഥ. എന്താ അർത്ഥം? പൈസ എന്റെ കയ്യിൽ പൈസ ഇല്ല. ഇല്ലായിരുന്നു അല്ലേ? ഇല്ലായിരുന്നു. ഓക്കെ. ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോ പൈസ പൈസ ഹേ താ. ഥ. പൈസ ഥ എന്ന് വെക്കാം അല്ലെ? ഉണ്ടായിരുന്നു, പൈസ ഥ. പൈസ താ. നമ്മളിതില്ലേ നമ്മളെ സ്ലാങ്ങിനനുസരിച്ച് ചെറിയൊരു വ്യത്യാസം വരും കേട്ടോ. അതായത് ഇപ്പൊ എന്റെ നാട്ടിൽ ഒരിക്കലും പൈസ ഉണ്ടായിരുന്നു, ഞാൻ പുറത്ത് ആയിരുന്നു, അവൻ പുറത്തായിരുന്നു, അവള് സ്കൂളിൽ ആയിരുന്നു, അങ്ങനെ പറയാറില്ല. പുറത്തേനും അങ്ങനെ പറയാം. പുറത്തേനും, പുറത്ത് ഏനു എന്നാ പറയാം. ഇത് പല സ്ഥലങ്ങളിൽ പല ചേഞ്ചസും വരും. അപ്പൊ അതിൽ കൂടെ നിങ്ങൾ റിലേറ്റ് ചെയ്ത് നോക്കുന്നത് എപ്പോഴും നല്ലതാണ് അല്ലെ? റോഷൻജി, ലക്ഷദ്വീപിൽ എന്താ പറയാ? അവിടെ വേറെ അല്ലേ കേരള എങ്ങനെയാ പറയാ? ആയിരുന്നു എന്നുള്ളതിന് എങ്ങനെയാ പറയാ ലക്ഷദ്വീപില്? പുറത്താഞ്ഞ പുറത്ത് പുറത്താഞ്ഞ പുറത്താഞ്ഞ ആഞ്ഞ് എന്നാണ് ആഞ്ഞു. പറയാ. ആ, അത് ശരി. ഓക്കെ ഓക്കെ. അപ്പൊ പലതും പല ഡിഫറൻസ്. എന്റെ ഇവിടെ പുറത്തേനു എന്നാ പറയാ. പുറത്തേനു, പുറത്തായിരുന്നു എന്ന് കറക്റ്റ് പറയുന്ന സ്ഥലങ്ങൾ ഉണ്ടാകാം അല്ലെ? ഉണ്ടല്ലേ? നിങ്ങൾ മിക്ക ആൾക്കാരും പുറത്തായിരുന്നു എന്ന് തന്നെ ആയിരിക്കും പറയാം. അങ്കമാലിലൊക്കെ പുറത്തായിരുന്നു. പുറത്തായിരുന്നു അങ്ങനെ അല്ലേ പറയാ? അതെ, ആ ഒരു ആയിരുന്നു ആണ് എന്ത് ഇത്. ഓക്കെ. ആയിരുന്നു, ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്ന ആ ഒരു സംഭവം കേട്ടോ. ഓക്കെ. അപ്പൊ എങ്ങനെയാ പറയാ? എനിക്ക് പനിയാണെന്ന് എങ്ങനെയാ നമ്മൾ പറഞ്ഞത്? मुझे बुखार मुझे बुखार है. ആണ്, ആണ്. ബുഖാർ बुखार है. ഹേ അല്ലേ? മുझे ബുഖാർ ഹേ. എനിക്ക് പനി ആയിരുന്നു. അപ്പോഴോ? मुझे बुखार था. മുझे ബുഖാർ ഥാ. ഇത് സ്ത്രീകൾ പറയുമ്പോ ബുഖാർ തീ ആക്കണോ? വേണ്ട കേട്ടോ. പനീനെ കുറിച്ചിട്ടാ സംസാരിച്ചത്. എനിക്ക് എന്തോ ഒരു സാധനം ഉണ്ട്. എന്താ ഉള്ളത്? പനി. പനിയാണ് അവിടുത്തെ സബ്ജക്ട് കേട്ടോ. മുझे ബുഖാർ ഥാ. എനിക്ക് പനിയായിരുന്നു. ഓക്കെ. ഞാൻ ഇന്നലെ ഫുള്ള് വീട്ടിലുണ്ടായിരുന്നു. मैं कल पूरा समय पूरा टाइम घर पे था. पूरा बचे घर पे है. घर में था. പുരാ ദിൻ അല്ലെ? പുരാ ദിൻ, ഫുൾ ഡേ. പുരാ ദിൻ घर में ഘർമേ ഉണ്ടായിരുന്നു. घर में था. ഥാ ഘർമേ ഥാ. അല്ലെ? ഘർമേ ഥാ വരണം അല്ലെ? ഘർമേ വീട്ടിൽ നിന്നും വെക്കണം. അപ്പൊ ഘർമേ ഥാ എന്ന് വെക്കണം അല്ലെ? ജി ആജ് മാച്ച് है ना? आज मैच है ना? हाँ. कौन सा था? अर्जेंटीना वर्सेस इंग्लैंड. ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ട് ഇപ്പൊ തന്നെ പൊട്ടിന്ന് തോന്നുന്നല്ലേ? അങ്ങനെയല്ലേ എല്ലാരും പറയുന്നേ? ऐसा है? मैडम ऐसा नहीं है मैडम. ऐसा नहीं है. इंग्लैंड इज ऑल्सो वेरी स्ट्रांग है. വെരി സ്ട്രോങ് ഹേ. इंग्लैंड बहुत स्ट्रांग है. हाँ. अच्छा. ഇന്ന് മീഡിയ വൺ ന്യൂസ് ചാനൽ മേ एक न्यूज आया. ഞാൻ പറയുന്ന മനസ്സിലാവുന്നുണ്ടോ നോക്കണേ? एक न्यूज आया. हाँ, आज अर्जेंटीना वर्सेस इंग्लैंड है. रेफरी മെസ്സി का बहुत बड़ा दोस्त है. അങ്ങനെ ഒരു ക്യാപ്ഷൻ കൊടുത്തേ. മനസ്സിലായോ? ओके. ഓക്കെ. അപ്പൊ എന്ത് മനസ്സിലാക്കാം? आपने അർജന്റീന അപ്പി സെ देखो ജീത്തെ അല്ലേ? ഇപ്പൊ തന്നെ അവര് ജയിച്ചു. അതാണ് മീഡിയ വൺ ഉദ്ദേശിച്ചല്ലേ? ലാസ്റ്റ് അർജന്റീന ഗെയിം വാസ് ഗുഡ്. അർജന്റീന ലാസ്റ്റ് അർജന്റീന ഗെയിം बहुत अच्छा है. बहुत अच्छा था. हाँ. ആയിരുന്നല്ലേ? നല്ല അടിപൊളി ആയിരുന്നു. बहुत अच्छा था. ഓക്കെ. അതാണ് ഇപ്പൊ നമ്മൾ പഠിച്ചത്. ഹേന? Yes.
ओके, पिछली बार किसके साथ? स्विट्जरलैंड के साथ। हाँ स्विट्जरलैंड हाँ, ओके ओके। स्विट्जरलैंड अच्छा टीम नहीं है। अच्छा है ना, अर्जेंटीना इतना अच्छा नहीं है ना। ओ, हाँ अर्जेंटीना जितना अच्छा नहीं है। ओ ओ, आप अर्जेंटीना फैन है क्या? या अर्जेंटीना फैन है। विष्णु जी, आप मतलब आप किधर से देखते हैं? എവിടുന്നാ കാണാറ്? मैं फोन में देखेगा वो भी। फोन हेलो में है? सी। अच्छा, ओके ओके। हाँ, मेरा मैं पति, काम में। मेरा हम्म, मैच कितने बजे को है? 12:30? आज इधर 10 o'clock है ना। हाँ 11 11:30 इंडिया में 11:30? 10 बजे। इंडिया में 12:30। 12:30 को है? इधर या इधर 10 बजे। अच्छा, ओ, उधर 10 बजे। मतलब मेरा पति अभी से गया, अभी से गया सीट देगा। पकड़ने के लिए। ओ सीट पकड़ना। कैलकट में वो बहुत बड़ा वाला स्क्रीन है। स्क्रीन है ना अभी। पुदिया पालम में बहुत പുതിയ പോലെ बड़ा സ്ക്രീൻ है। സീറ്റ് Yes, പക്കടനെ इंस्टाग्राम में के लिए देखेगा। गया है, സീറ്റ് പിടിക്കാൻ വേണ്ടി പോയതാ ഇപ്പൊ തന്നെ। ഉം. मैं എന്തല്ലേ? इंस्टाग्राम में देखेगा। इंस्टाग्राम में ओ, പുതിയ പാലം वाला स्क्रीन। या हाँ, जी। ओके जी, ठीक है, देखते हैं ഇന്നാര് ജയിക്കുന്നല്ലേ। अर्जेंटीना जीतेगा। जी, देखते हैं not देखते हैं। हाँ, not ओके। sure, तो not sure. विष्णु जी, अर्जेंटीना जीतेगा तो आपकी तरफ से कोई ट्रीट है क्या? इधर हाँ? ज्यादा ट्रीट है ना भाभी। एक एक जी। क्या क्या? इधर एक ही मैच जीतेगा। मैं हम्म, रूम से सब लोग में, कमरे के सब लोग में भी डेली सुबह को डेली ट्रीट है। ट्रीट है वहाँ। वो अच्छा है। वो നല്ല രസം തന്നെയായിരിക്കും അല്ലേ? ഓക്കെ, बहुत वो मजा सब आएगा। जी, ठीक है। ഓക്കെ, तो देखिए ना, ഇന്നലെ എനിക്ക് ഒരുപാട് ജോലി ഉണ്ടായിരുന്നു। मुझे हम्म, ഒരുപാട് बहुत ജോലി, बहुत बहुत काम है। काम था बहुत काम है था है ഉണ്ടായിരുന്നാണ്, എനിക്ക് ഉണ്ടായിരുന്നു അല്ലെ? കൽ മുझे बहुत काम था എന്ന് പറയാം അല്ലെ? ഓക്കെ, അവൻ ഇന്നലെ റൂമിലുണ്ടായിരുന്നു. वो वो कल तो ഉം. कमरे में में था है। कमरे में था। കമറേ മേ ഥാ, കമറേ മേ ഥാ അല്ലെ? അവന്റെ സിസ്റ്റർ സ്കൂളിലായിരുന്നു. उसको हाँ, दीदी ഉസ്കി ഉസ്കി बहन 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 ബഹൻ उसकी അല്ലെ? बहन ഉസ്കി ബഹൻ സ്കൂളിലായിരുന്നു. स्कूल में स्कूल था था। में ആരാ में थी സ്കൂളില്? हाँ बहन बहन ബഹൻ। स्कूल में അപ്പൊ थी ഉസ്കി ബഹൻ സ്കൂൾ മേ बहन स्कूल में थी। സ്കൂൾ മേ थी വരണം കേട്ടോ. ഓക്കെ, സ്കൂൾ മേ थी. ഓക്കെ, ഇവിടെ ആരും ഇല്ല എന്നെങ്ങനെയാ പറയാ? इधर कोई भी नहीं इधर था। कोई भी कोई नहीं नहीं था യാ, कोई ഇധർ नहीं കോയി നെഹി ഹെ. ആരും ഇല്ല, കോയി നെഹി ഹെ. ഇവിടെ ആരും ഇല്ലായിരുന്നു, അപ്പോഴോ? हाँ इधर कोई इधर नहीं कोई नहीं था नहीं है കോയി നെഹി कोई ഥാ. है हाँ ഥാത്ത അതില്ല. ഇവിടെ ആരും ഇല്ല എന്ന് പറയുന്ന ഇപ്പത്തെ കേസല്ലേ? ഇപ്പത്തതാ അല്ലെ? ഇവിടെ ആരും ഇല്ല, ഇതർ കോയി നെഹി ഹെ എന്ന് പറയുന്നത്. ഇത് കഴിഞ്ഞതാവുമ്പോ അല്ലേ നമ്മൾ പറയാം ഇവിടെ ഇന്നലെ ഒന്നും ഇവിടെ ആരും ഇല്ലായിരുന്നു. അപ്പൊ ഇല്ലായിരുന്നു അല്ലേ പറയുന്നത്? അപ്പൊ കോയി നെഹി ഥാ എന്ന് പറയണ്ട, ഇതർ കോയി നെഹി ഥാ എന്ന് പറയണം അല്ലേ? ഓക്കെ, ഞാൻ ഇന്നലെ കുറച്ച് ബിസി ആയിരുന്നു. मैं कल कल थोड़ा 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 बिजी 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 था है ആ, ഇന്നലത്തെ കാര്യമാണ്. തോടാ ബിസി हाँ बिजी था ബിസി ഥാ. കൽ മേ ബഹുത് അല്ലെങ്കിൽ തോടാ ബിസി ഥാ. അപ്പൊ ഞാനില്ലേ വിഷ്ണുജിനോട് ചോദിക്കുകയാണ് ഇപ്പൊ, കൽ ആപ് ബഹുത് ബിസി ഥാ ക്യാ? കൽ ആപ്പ് ബഹുത് ബിസി ഥാ ക്യാ? അപ്പൊ എന്തായിരിക്കും അതിന്റെ അർത്ഥം? इतना बिजी नहीं നല്ല ആ ബിസി ആയിരുന്നു ആ ആയിരുന്നു എന്നുള്ള വേർഡിനെ ഞാൻ എന്ത് ചെയ്തു? ആയിരുന്നു ബിസി ഥാ ക്യാ क्या ആയിരുന്നോന്നാക്കി. അതായത് ആയിരുന്നു ഹേ എന്നുള്ളതിന്റെ കൂടെ ഹേ ക്യാ എന്ന് ചേർത്തപ്പോ എന്താ മീനിങ് ആയത്?
പക്ഷെ ആണോ ആയിരുന്നോ No. ആണോ ഉണ്ടോ ആണോ എന്നായില്ലേ? ഉണ്ടോ ഹേ അതെ എന്നുള്ളത് ഹേക്കാന്ന് വെച്ചപ്പോ ഉണ്ട് ആണ് എന്നുള്ള വേർഡ് എന്തായി? ഉണ്ടോ ആണോ ആണോ എന്നുള്ള അർത്ഥം വന്നല്ലേ? ഉണ്ടോ ആണോ എന്നായി. അതേപോലെ തന്നെ ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആയിരുന്നു ഉണ്ടായിരുന്നു എന്നാണ് അല്ലേ? അപ്പൊ ഇത് Yes. ഥ എന്ന് വെക്കുമ്പോ എന്തായി? അത് ആയിരുന്നോ ഉണ്ടായിരുന്നോ എന്നുള്ള അർത്ഥമായി. ഓക്കെ. എങ്ങനെയാ പറയാ? നിങ്ങൾ പുറത്തായിരുന്നോ? तो तुम कल बाहर बाहर से थे क्या? बाहर से बाहर बाहर थे बाहर है थे क्या क्या ബാഹർ बाहर है ആയിരുന്നോ? क्या बाहर है क्या बाहर ബാഹർ ഹേക്ക എന്ന് പറയുമ്പോ ബാഹർ ആണോ എന്നാണ് അർത്ഥം. ബാഹർ हाँ ആയിരുന്നോ എന്ന് ചോദിക്കണം. बाहर न बाहर क्या? बाहर ना बाहर से ബാഹർ न क्या? था ഥാക്യ അല്ലെങ്കിൽ ബാഹർ ഥേക്യ എന്ന് വേണ്ടേ? അപ്പോഴല്ലേ പുറത്തായിരുന്നോ ओके ओके എന്നാകുള്ളൂ ओके ओके അല്ലേ? ഓക്കെ. यस അതുപോലെ തന്നെ ആ, നിങ്ങൾ ഇന്ന് ലീവിൽ ആണോ എന്ന് എങ്ങനെയാ ചോദിക്കുക? ഇന്ന് ലീവിലാണോ? आज छुट्टी आज छुट्टी है आज क्या तुम छुट्टी छुट्टी ലീവിലാണോ എന്ന് ചോദിക്കണം. छुट्टी पर है आज ആ पर छुट्टी पर है पर क्या? ആ है है क्या ആപ് ആജ് छुट्टी पर है क्या? ലീവില് ഹേ ക്യാ ആണോ എന്നല്ലേ? അപ്പൊ എങ്ങനെയാ हाँ പറയാ? നിങ്ങൾ ഇന്നലെ ലീവിൽ ആയിരുന്നോ എന്ന്? आप आप कल छुट्टी कल पर थे छुट्टी पर थे क्या? हाँ है क्या? आप कल छुट्टी पर छुट्टी है पर क्या എന്ന് ചോദിക്കണം അല്ലേ? ഓക്കെ. അപ്പോ എങ്ങനെയാ പറയാ? എന്റെ വണ്ടി ഖറാബ് ആണ് എന്നെങ്ങനെ പറയും? എന്റെ വണ്ടി ഖറാബാണ്. मेरी मेरा गाड़ी गाड़ी खराब खराब है मेरी गाड़ी खराब हो गई मेरी गाड़ी खराब മേരി ഗാഡി ഖറാബ് खराब ആണ് खराब എന്ന് മാത്രം പറഞ്ഞാൽ മതി. खराब खराब है ഖറാബ് ഹേ है അല്ലെ? ഖറാബ് ഹേ ആണെന്നല്ലേ? മേരി ഗാഡി ഖറാബ് ഹേ. അപ്പോ എങ്ങനെ പറയും? എന്റെ വണ്ടി ഖറാബ് ആയിരുന്നു. मेरी मेरा गाड़ी मेरी खराब गाड़ी खराब हो गई खराब थी खराब था ഖറാബ് ഥി थी അല്ലെ? ഥി എന്തുകൊണ്ടാ? എന്റെ വണ്ടിനെ കുറിച്ചിട്ടാണ് गाड़ी പറയുന്നത്. गाड़ी മേരി ഗാഡി ഖറാബ് ഥി എന്ന് खराब थी വെക്കണം അല്ലേ? ഓക്കെ. അപ്പോ എങ്ങനെ പറയും? എങ്ങനെ ചോദിക്കും ക്വസ്റ്റ്യന്? നിന്റെ വണ്ടി ഖറാബ് ആയിരുന്നോ? आपका गाड़ी आपकी गाड़ी खराब खराब थी आपकी गाड़ी खराब थी थी क्या? थे क्या? थी क्या? आपकी गाड़ी खराब थी क्या? അവിടെ കൺഫ്യൂഷൻ ആയോ? क्या ആ मतलब ക്യാ മുന്നിൽ വെക്കാം. ക്യാ ആപ്കി ഗാഡി ഖരാബ് ഥി അങ്ങനെയും പറയാട്ടോ. അതും കറക്റ്റ് ആണേ. ആപ്കി ഗാഡി ഖരാബ് ഥി ക്യാ ആയിരുന്നോ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ. എനിക്ക് പനിയായിരുന്നു എന്ന് എങ്ങനെയാ പറഞ്ഞത്? मुझे मुझे बीमारी बुखार बुखार है ബുഖാർ था അല്ലെ? മുझे ബുഖാർ था എനിക്ക് പനി ആയിരുന്നു. മുझे ബുഖാർ था. करता നിനക്ക് പനി ആയിരുന്നോ? ഉം. आपको हाँ बुखार थे क्या आपको आपको बुखार बुखार थे बुखार था बुखार थे था മതി കേട്ടോ. आपको बुखार था था क्या അല്ലെ? आपको बुखार था क्या എന്ന് കൊടുക്കണം കേട്ടോ. ഓക്കെ. അവൻ ദേഷ്യത്തിലാണ് എന്നെങ്ങനെയാ പറഞ്ഞത്? അവൻ ദേഷ്യത്തിലാണ്. वो ഉം. वो गुस्सा में है वो गुस्सा में है ആ വോ ഗുസ്സാ മേ ഹേ. ദേഷ്യത്തിലാണ്. ഗുസ്സാ മേ ഹേ അല്ലെങ്കിൽ ഗുസ്സേ മേ ഹേ എന്ന് गुस्सा കൊടുക്കാട്ടെ. അപ്പോ അവൻ ദേഷ്യത്തിലാണോ എന്ന് ചോദിക്കൂ. वो गुस्से में है क्या गुस्से में ആ है क्या? വോ ഗുസ്സേ മേ ആണോ മതിയേ? ആണോ. है क्या? ആ വോ ഗുസ്സേ മേ ഹേ ക്യാ ആണോ എന്നല്ലേ? അവൻ ദേഷ്യത്തിൽ ആയിരുന്നു എന്നെങ്ങനെ പറയും? वो गुस्से में था गुस्से में ആ था ഥാ വോ ഗുസ്സേ മേ ഥാ. അവൻ ദേഷ്യത്തിലായിരുന്നോ? वो गुस्से में था क्या?
ധാക്യ അല്ലേ? വോ ഗുസ്സേമേ ठीक है ധാക്യ എന്ന് കൊടുക്കണം. അവൻ गुस्से में ഒരു था क्या കള്ളൻ ആണ് എന്നെങ്ങനെയാ പറയാ? കള്ളൻ ആണ്. वो एक वो एक वो चोर है वो एक चोर ആ है വോ ഏക്ക് ചോർ है ഹേ. വോ ഏക്ക് ചോർ ഹേ. അവന് കള്ളനാണോ? वो चोर है क्या वो चोर है क्या വോ ഏക്ക് ചോർ है ഹേക്യ क्या അല്ലെ? ഹേക്യ. അവനൊരു കള്ളൻ ആയിരുന്നു. അപ്പോഴോ? वो वो एक वो एक चोर था चोर है वो चोर ചോർ था ചോർ ഥാ അല്ലെ? വോ ഏക്ക് ചോർ था ഥാ അല്ലെ? അവൻ കള്ളനായിരുന്നോ? चोर था क्या चोर था क्या ആ ചോർ ധാക്യ എന്ന് കൊടുത്താൽ മതി അല്ലെ? ഈ ചോറ് ഇതൊരു പെണ്ണാണെങ്കിലോ? सेम ഈ തീ വെക്കണം കേട്ടോ. ചോരീന്നാവില്ല, ചോറിന് चोरी ചോറ് തന്നെ, പക്ഷെ താള തീ ആകും. വോ ഏക്ക് ചോർ തീക്ക, വോ ഏക്ക് ചോർ ചോർത്തിക്ക തീ അങ്ങനെ പറയണം. ആ ജെൻഡർ മാത്രമേ മാറുന്നുള്ളൂ, വേർഡ് അതന്നെ ചോർന്നുള്ളത്. മനസ്സിലാവുന്നുണ്ടോ हाँ yes ജി? ഓക്കെ. അപ്പോ നീ നീ മണ്ടനാണോ എന്നെങ്ങനെയാ ചോദിക്കുക? बुद्धू है वो एक ഇതിപ്പോ നിങ്ങൾ ആരെങ്കിലും അത് വിളിച്ചാ പോലും നിങ്ങൾക്ക് മനസ്സിലാവില്ലല്ലോ. നല്ല ആൾക്കാരാ. ബേവക്കൂഫ്, बुद्धू ബേവക്കൂഫ് ട്ടോ, ബേവക്കൂഫ്. ഓക്കെ, നീ बेवकूफ മണ്ടനാണോ എന്ന് ചോദിച്ചു നോക്കൂ. आप बेवकूफ हैं हाँ ആ क्या ആ ബേവക്കൂഫ് ഹേ ക്യാ അല്ലെ? ആണോ? അവനൊരു മണ്ടനായിരുന്നു. वो एक एक बेवकूफ कुछ था ആ वो एक വോ बहुत ഏക്ക് बेवकूफ था ബേവക്കൂഫ് था ഥാ എന്ന് കൊടുത്താൽ മതിയല്ലേ? ഓക്കെ. അപ്പൊ എങ്ങനെയാ പറയാ? അത് തെറ്റാണ് എന്നെങ്ങനെയാ പറയാ? അത് തെറ്റാണ്. गलत है ഓ ഗലത്ത് ഹേ है അല്ലെ? അത് തെറ്റാണോ ചോദിക്കൂ. തെറ്റാണോ? वो गलत गलत है क्या ഗലത് ഹേ ക്യാ എന്ന് ചോദിക്കണം അല്ലേ? അത് തെറ്റായിരുന്നു. गलत था വോ ഗലത്ത് गलत ഥാ. था അപ്പൊ അത് തെറ്റായിരുന്നോ? वो गलत था क्या ആ गलत था क्या വെരി ഗുഡ്, വെരി ഗുഡ്, കറക്റ്റ് ആണ്. വോ ഗലത്ത് ഥാ ക്യാ എന്ന് ചോദിച്ചാൽ മതി അല്ലേ? ഓക്കെ. അപ്പൊ അത് സത്യമാണോ ചോദിക്കൂ. സത്യമാണോ? सच वो है सच है क्या ആ वो सच है വോ क्या സച്ചേ ക്യാ, സച്ചേ ക്യാ സത്യമാണോ? അത് സത്യം ആയിരുന്നു. वो सच था ആ വോ സച്ച് वो सच ഥാ था അല്ലെ? വോ സച്ച് ഥാ, അത് സത്യം क्या ആയിരുന്നു എന്നുള്ളത്. ഓക്കെ. അപ്പോ നിങ്ങൾ എങ്ങനെയാ പറയാ? ഞാൻ മുൻപ് മുംബൈയിലായിരുന്നു. എങ്ങനെയാ പറയാ? ഞാൻ മുൻപ് മുംബൈയിലായിരുന്നു. मैं पहले मुंबई में था മുംബൈ മേ താ അല്ലെ? മുംബൈ മേ താ. പെഹലെ എന്ന് കൊടുത്തല്ലേ? ആദ്യം, മുന്നേ, മുമ്പ് എന്നൊക്കെ നമ്മൾ പറയില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മള് പെഹലെ എന്ന് पहले കൊടുക്കുന്നത് കേട്ടോ. ഇത് നമ്മൾ ഫസ്റ്റ് എന്ന് പറയാൻ വേണ്ടിയിട്ടും പെഹലെയാണ് കൊടുക്കുക, ഫസ്റ്റ് എന്ന് പറയാൻ വേണ്ടിയിട്ടും പെഹലെ തന്നെയാണ്. ഞാനില്ലേ ക്യാമറ ഓഫ് ചെയ്തതേ, ഇവിടെ ആക്ച്വലി കറണ്ട് പോയി. ഇനി ഞാൻ ക്യാമറ ഓൺ ചെയ്ത പ്രേതം പോലെ ഉണ്ടാവും. അതുകൊണ്ടാണ് കേട്ടോ. അതുകൊണ്ടാണ് ട്ടോ ഓൺ ചെയ്യാത്തത്. ഓക്കെ. അപ്പോ അപ്പോ പെഹലെ മുംബൈ മേ പെഹലെ മുംബൈ മേ താ എന്ന് പറഞ്ഞു. ഇതിൽ പെഹലെ എന്ന് പറഞ്ഞാല് ആദ്യം, മുൻപ് എന്നൊക്കെയുള്ള അർത്ഥമാണ്. ഫസ്റ്റ് എന്ന് പറയാൻ വേണ്ടിയിട്ടും നമ്മൾ പെഹലെ എന്ന് തന്നെയാണ് പറയാ. ഓക്കെ. സെക്കൻഡ് എന്ന് എങ്ങനെയായിരിക്കും പറയാ? സെക്കൻഡ്, दूसरा ദൂസ്ര. വെരി ഗുഡ്. ദൂസ്ര എന്ന് പറഞ്ഞാൽ സെക്കൻഡ് എന്നാണ് അർത്ഥം. വേറെ എന്ന് എങ്ങനെയാ പറയാ? ഇപ്പൊ നിങ്ങൾ കടയിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ വേറെ, മറ്റത് എന്നൊക്കെ പറയുമ്പോ और നെഹി, അത് വൺ മോർ എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഓർ യൂസ് ചെയ്യുക. और दूसरा ദൂസ്ര. अलग
ദൂസ്ര തന്നെയാണ്. ദൂസ്ര ദിഖാവോ. കടയിൽ പോയിട്ടുണ്ടെങ്കിൽ വേറെ കാണിക്കും, മറ്റൊരെണ്ണം കാണിക്കും എന്നൊക്കെ പറയാൻ വേണ്ടിട്ട് ദൂസ്ര ദിഖാവോ എന്നാണ് കേട്ടോ പറയാം. അലഗ് എന്നുള്ള വേർഡിലേക്ക് ഞാൻ വരാവേ. अलग अलग അതിലേക്ക് ഞാൻ അലഗ് വരാവേ. വേറെ. അപ്പോ പെഹല എന്ന് പറഞ്ഞാൽ ആദ്യം, മുൻപ്, ഫസ്റ്റ് എന്നൊക്കെ പറയുന്ന പോലെ. ദൂസ്ര എന്ന് പറഞ്ഞാല് സെക്കൻഡ്, അതുപോലെ തന്നെ വേറെ, മറ്റൊരു, അതർ വൺ എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടൊക്കെ ദൂസ്ര. ഇത് വേറൊരു ആള് എന്ന് പറയാൻ വേണ്ടിയിട്ട്. നിങ്ങൾ കരിക്കൊക്കെ കാണുന്ന ആൾക്കാരായിരുന്നോ? കരിക്ക്. ആ അതിൽ आज ദൂസ്ര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സീരീസ് ഉണ്ടായിരുന്നു. സീരീസ് ആണോ ഒറ്റ വീഡിയോ ആയിരുന്നു എന്ന് ഓർമ്മയില്ല. എനിക്കൊന്ന് 2 എപ്പിസോഡ് ഉണ്ടായിരുന്നുള്ളൂ എന്ന് തോന്നുന്നു. बालों में सिरेने ആ അതില് ദൂസ്ര എന്ന് പറയില്ല. അത് ആരും ഉദ്ദേശിച്ചത്? ദൂസ്ര ഒരു ആദ്മീനെ ഉദ്ദേശിച്ചിട്ടാണല്ലേ പറഞ്ഞത് ദൂസ്ര എന്ന് हाँ പേരിട്ടത്. അത് എല്ലാ സ്ഥലത്തും ദൂസ്ര എന്ന് പറഞ്ഞ ആളല്ല. വേറെ സാധനങ്ങൾക്കൊക്കെ നമുക്ക് ദൂസ്ര എന്ന് പറയാം കേട്ടോ. दूसरा सेट പറയാണ്, में ഞാൻ ഒരാളോട് പറയാണ്, മേ അഭി ദൂസ്ര കമ്പനി മേ ഹോ. ഞാനിപ്പോ വേറെ കമ്പനിയിൽ ആ വേറെ കമ്പനിയില്, മറ്റൊരു കമ്പനി വേറൊരു കമ്പനി. പറയാൻ വേണ്ടിയിട്ടാണ് അത് കേട്ടോ ദൂസ്ര ഞാൻ ഇവിടെ യൂസ് ചെയ്തത്. ഇനി അലഗ് അലഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ 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 अलग अलग ഡിഫറെന്റ് ആണെന്ന് പറയില്ലേ. ഡിഫറെന്റ് 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 ആണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അലഗ് അലഗ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇനി അത് പെഹലെ എന്ന് പറഞ്ഞാല് മുന്നേ, ആദ്യം എന്നൊക്കെ ആണെങ്കിൽ, പിച്ചിലെ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അർത്ഥം? പിച്ചിലെ മുമ്പുള്ളത്. പിച്ചിലെ ഇത് കഴിഞ്ഞ എന്ന് പറയണം കേട്ടോ. കഴിഞ്ഞ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് പിച്ചിലെ എന്ന് കൊടുക്കുന്നത് കേട്ടോ. കഴിഞ്ഞ വർഷം, പിച്ചിലെ സാൽ അല്ലെ, പിച്ചിലെ സാൽ കഴിഞ്ഞ വർഷം എന്ന് പറയണം അല്ലെ. ഓക്കെ, ഇനി ആഖിരി എന്ന് പറഞ്ഞാൽ എന്താ? ആഖിരി ലാസ്റ്റ് ചാൻസ്. ലാസ്റ്റ് അല്ലെ. ഏക് ആഖിരി ചാൻസ് ദേ ദോ, ഒരു ലാസ്റ്റ് ചാൻസ് താ എന്നൊക്കെ പറയാൻ വേണ്ടിട്ടല്ലേ. അപ്പൊ അതിനാണ് നമ്മൾ ആഖിരി, ലാസ്റ്റത്തേനാണ്ട പറയുന്നത്. അപ്പൊ നേരത്തെ നമ്മൾ അക്കേല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേർഡ് പറഞ്ഞേ. അക്കേല, അക്കേലി തീ എന്നൊക്കെ പറയില്ലേ, അത് അക്കേല എന്നാണ്. ഇത് അഗ്ല എന്ന് പറഞ്ഞിട്ട് എന്താ? അഗ്ല നെക്സ്റ്റ്. വെരി ഗുഡ്. അടുത്ത. അപ്പൊ അടുത്ത വർഷം എന്ന് പറയുമ്പോ അഗ്ല സാൽ അതെയല്ലേ. അപ്പൊ അടുത്ത വർഷം എന്നായി. ഇത് അക്കേല എന്ന് പറഞ്ഞാല് ഒറ്റക്ക് എന്നാണ് കേട്ടോ. എലോൺ എന്ന് പറയുന്നതാണ്. ഇത് ഹുദ് അല്ലെങ്കിൽ അപ്നെ ആപ്പ് എന്നൊക്കെ പറഞ്ഞാൽ എന്താ? അപ്നെ ആപ്പ്, ഹുദ് എന്നൊക്കെ പറഞ്ഞാല് സ്വന്തം, സ്വയം എന്ന് പറയുന്നത് കേട്ടോ. നിങ്ങൾ ഒരാളോട് പറയാണ്, ഏ തും അക്കേലേ കരോ. അക്കേലേ കരോ എന്ന് പറഞ്ഞാൽ എന്തായി? നീ ഒറ്റക്ക് ചെയ്യുന്ന അല്ലേ, ഒറ്റക്ക് ചെയ്യുന്നു. തും ഹുദ് കരോ അല്ലെങ്കിൽ അപ്നെ ആപ്പ് കരോ എന്നൊക്കെ പറഞ്ഞാൽ എന്തായി? സ്വയം. അതെ, സ്വന്തമായിട്ട് ചെയ്യ്, സ്വയം ചെയ്യ് എന്ന് പറയുന്ന ഒരർത്ഥം അവിടെ വന്നിട്ട്. ചെറിയൊരു ഡിഫറൻസേ ഉള്ളൂ, എന്നാലും അതിനനുസരിച്ച് അത് ആ വേർഡ് തന്നെ വേണമല്ലോ. ഓക്കെ, നമ്മൾ എന്തിനാ നിങ്ങള് അപ്ന എന്നുള്ള വേർഡ് കേട്ടിട്ടുണ്ടോ? നമ്മൾ പുറത്തൊക്കെ പോകുമ്പോ ഇപ്പൊ നമ്മൾ അപ്നെ ആപ്പ് എന്ന് പറഞ്ഞു, സ്വയം എന്ന് പറയാൻ വേണ്ടിയിട്ട്. അതല്ലാതെ അപ്ന എന്ന് മാത്രം. നമ്മൾ പണ്ടൊക്കെ സ്കൂളിൽ നിന്ന് പുറത്തൊക്കെ പോകുമ്പോ പൈസയൊക്കെ നമ്മൾ പറയില്ലേ, പൈസയൊക്കെ അപ്ന ഇടണേ, അപ്ന എന്ന് പറയില്ലേ. എന്തിനാ നമ്മൾ അപ്ന പറയുന്നേ? സ്വയം ഇടണം, ഒറ്റക്ക് ഇടണം. എല്ലാ അർത്ഥങ്ങളും ഉണ്ട്. സ്വന്തം ഇടണം എന്നുള്ള, അതായത് നിന്റെ പൈസ നീ എടുക്ക, എന്റെ പൈസ ഞാൻ എടുക്കാന്ന് പറയുന്ന പോലെ. ഞാൻ പറയാണ്, ഈ മേരാ അപ്നാ ഭായി ഹേ, ये मेरा अपना भाई है. എന്റെ സ്വന്തം ബ്രദറാണ്. അപ്നാ ഭായി ഹേ. ഓക്കെ, തും അപ്നാ കാം കരോ. ഞാൻ ദേഷ്യം പിടിച്ചിട്ട് ഇർഷാജിനോട് പറയാണ്, തും അപ്നാ കാം കരോ. എന്താ അർത്ഥം? ഒറ്റക്ക് എടുക്കാൻ പറയല്ല. നീ നിന്റെ തന്നെ പണി ചെയ്യുക. അതായത് നീ സ്വന്തം കാര്യം നോക്കിയാൽ മതി എന്ന് പറയുന്നതാണ് കേട്ടോ തും അപ്നാ കാം കരോ എന്ന് പറയുന്നത്. ഓക്കെ, നീ നിന്റെ തന്നെ സ്വന്തം യുവർ സെൽഫ് ആയിട്ടുള്ള ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിനാണ് അപ്ന എന്ന് പറയുന്നത് കേട്ടോ. ഈ മേരാ അപ്നാ ഫോൺ ഹേ, എന്റെ സ്വന്തം ഫോണാണ്, അപ്നാ ഫോണ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇനി നിങ്ങൾ ഏതെങ്കിലും ആൾക്കാരെ കുറിച്ചിട്ട് പറയണേ, ഈ മേരാ അപ്നാ ഹേ, എന്റെ സ്വന്തമാണ് ഇതൊക്കെ എന്ന് പറയുന്നത് അല്ലെ. ആ സ്വന്തം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അപ്ന എന്നുള്ളത് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ജൽദി. എപ്പോഴാ നമ്മൾ ജൽദി ആവോ, ജൽദി കരോ എന്നൊക്കെ പറയാ? വേഗം എന്ന് പറയുന്നത് അല്ലെ. ഇതേ ഡയലോഗ് നിങ്ങൾ ഒരാളോട് പറയാണ്,
കൽ ജൽദി ആവോ. അപ്പോഴോ നാളെ നാളെ പെട്ടെന്ന് പെട്ടെന്ന് വരും വരണം. വേറൊരു നേരത്തെ അർത്ഥം വരും, കൂടിയുണ്ട്. നാളെ നേരത്തെ വാ. നേരത്തെ വരും. നേരത്തെ വരാൻ പറയുമ്പോഴും ജൽദി തന്നെയാണ് കേട്ടോ പറയാ. നേരത്തെ എന്നുള്ളതിന് ജൽദി എന്ന് പറയാം. അതുപോലെ തന്നെ സ്പീഡിൽ എന്ന് പറയാൻ വേണ്ടിയിട്ടും ജൽദി പറയാം. വേറൊരു പെട്ടെന്നുണ്ടേ. നമ്മൾ പറയില്ലേ, ഞാൻ നടന്നു പോയിരുന്നു, പെട്ടെന്ന് എന്റെ തലയിൽ തേങ്ങ വീണു. പെട്ടെന്ന്. തുരന്ത് നെഹി തുരന്ത് നെഹി. തുരന്ത് എന്ന് പറഞ്ഞാലും ജൽദി എന്നുള്ള അർത്ഥമാണ്. സഡൻ അച്ചാനക് സെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും സഡൻലി, ഹിന്ദിയിൽ പറയും അച്ചാനക്. ജി അച്ചാനക്. വെരി ഗുഡ്. അച്ചാനക് പെട്ടെന്ന്. അതായത് ചില അച്ചാനക്. സ്ഥലങ്ങളിലൊക്കെ പെടുന്നനെ എന്നൊക്കെ പറയും അല്ലെ. അതായത് നമ്മൾ പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് സഡൻ ആയിട്ട് എന്ന് പറയില്ലേ, അതിന് വേണ്ടിയിട്ടാണ് അച്ചാനക് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ. ബാർ എന്ന് പറഞ്ഞാൽ എന്താ? ഏക് ബാർ, ദോ ബാർ, പ്രാവശ്യം. തീൻ ബാർ. പ്രാവശ്യം. പ്രാവശ്യം. റിപ്പീറ്റേഷൻ. പ്രാവശ്യം അല്ലേ. ഏക് ബാർ ഒരു പ്രാവശ്യം, ദോ ബാർ രണ്ട് പ്രാവശ്യം, 2 പ്രാവശ്യം. ബാർ 3 പ്രാവശ്യം. അപ്പൊ ഞാൻ പറയാണ് ബാർ ബാർ. പലതവണ. റിപ്പീറ്റഡ് ആയിട്ട് പലതവണ. റിപ്പീറ്റഡ് ആയിട്ട് പലതവണ. യെസ്, ഒരുപാട് പ്രാവശ്യം എന്ന് പറയാൻ വേണ്ടിയാണ് ബാർ ബാർ. ഈ ഇനി ബഹുത് ആപ്കി ബാർ എന്നുള്ള ആപ്കി എന്താ? ബാർ ആപ്കി ബാർ അങ്ങനെ ഒരു വാക്ക്. ആപ്കി ബാർ അല്ല, ആഖിരി ബാർ എന്ന് പറയാറുണ്ട്. ആക്രി ബാറാ. ആ ഈ മേ നമ്മുടെ മേ മോഡിജി ഒരിക്കൽ അമേരിക്കയിൽ പോയിട്ട് ആ ആ ട്രംപിന് വേണ്ടിയിട്ട് ആ ഒരു ഇത് പറയണ്ടായി. ആപ്കി ബാർ ട്രംപ് സർക്കാർ അങ്ങനെ എന്തോ ഒരു വാക്ക്. ബോർഡ് അങ്ങനെ തന്നെയാണോ? അത് അറിയില്ല. അറിയില്ല അല്ലേ. ഓക്കെ, എനിക്കും ഒരിക്കൽ കൂടി അറിയില്ല. ട്രംപ് സർക്കാർ എന്നുള്ള മീനിങ്ങിലാണ് ഉപയോഗിച്ചിട്ടുണ്ടാവുക. ഒരിക്കൽ ഒരിക്കൽ കൂടി. കൂടി. ഒരിക്കൽ കൂടി എന്നുള്ളതിനോ? ആ ഏക്കോർ ബാർ എന്നാണോ? ഏക്കോർ ബാർ. അങ്ങനെ എനിക്കും പറഞ്ഞിട്ടുണ്ടാവുമായിരിക്കും. ഏക്കോർ ബാർ എന്ന് പറഞ്ഞാൽ ഒരിക്കൽ കൂടി എന്നർത്ഥം. ഏക്കോർ ബാർ. ഓക്കെ, അത് ഏക്കോർ നമ്മൾ ബാർ. പറയുന്നുണ്ട്. ഏക് ഓർ ബാർ ഒരു പ്രാവശ്യം കൂടി, ദോ ഓർ ബാർ 2 പ്രാവശ്യം കൂടി, തീൻ ഓർ ബാർ 3 പ്രാവശ്യം കൂടി. ചിലപ്പോ ഏക്കോർ ബാർ ഇരിക്കും. അത് എനിക്കും ആ സെന്റൻസ് അറിയില്ല കേട്ടോ, പരിചയമില്ല, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോ അതാണ് നമ്മളെ പുതിയ വേർഡ്സ് കേട്ടോ ഇന്നത്തേത്. അപ്പോ ജൽദി ബോലിയെ. ഞാൻ നിങ്ങൾ ഓരോരുത്തരോട് ചോദിക്കാം, നിങ്ങൾ ഇന്ന ഇന്ന സമയത്ത് എവിടെയായിരുന്നു എന്ന് കേട്ടോ. അപ്പൊ നിങ്ങൾ എവിടെയായിരുന്നു എന്ന് പറയണേ. അഖിൽ ജി, ആപ്പ് ആജ് 6 ബജെ, ഇന്ന് 6 മണിക്ക് എവിടെയായിരുന്നു? ഘർമേ. ആ. ധാന്ന് കൂടി പറയണല്ലേ. ആ എന്നല്ലേ ആയിരുന്നു എന്ന് പറയുള്ളൂ. ഓക്കെ, ഗുഡ്. ഓർ ഇർഷാദ് ജി, ഇന്നലെ രാത്രി നീ എവിടെയായിരുന്നു? ഇന്നലെ രാത്രി मैं रूम में था. रूम में था, कमरे में था അല്ലേ. വെരി ഗുഡ്. ഓർ സുധാകരൻ ജി. ആ അപ്പോ സാറിന്റെ വൈഫ് ഇന്നലെ എവിടെയായിരുന്നു? मेरी पत्नी कल घर पे था. घर पे. थी. घर पे थी. पत्नी लड़की है ना. ओके जी, वेरी गुड. और विष्णु जी. हाँ जी. कल रात 12:30 आप किधर थे? എവിടെയായിരുന്നു? मैं हॉस्पिटल में था. हॉस्पिटल में था? क्या हो गया? और नाइट ड्यूटी. नाइट ड्यूटी. आप हॉस्पिटल में क्या काम करते हैं? आज. ओके ओके, हॉस्पिटल में था. वेरी गुड. और इग्नेशियस जी, हाँ जी. आप 1 घंटे पहले, 1 മണിക്കൂർ पहले किधर थे? എവിടെയായിരുന്നു? रूम में रूम में दा. था. वेरी गुड, वेरी गुड. और जयप्रसाद जी, हाँ जी. आप आज सुबह कहाँ थे? ഇന്ന് രാവിലെ എവിടെയായിരുന്നു? मेरे घर में था. घर में था. എല്ലാവരും വീട്ടിൽ തന്നെ. ഇത് എന്താ ആൾക്കാരാണ്, ഒരു വെറൈറ്റി ഇല്ലാതെ. ഓക്കെ, ജോജോ ജി. जी. ओके, आप आज शाम कहाँ थे? शाम ऑफिस में. ऑफिस ऑफिस में में था. ഫുള്ള് പറയണം. ऑफिस में था. ऑफिस में था എന്ന് പറയണം അല്ലേ. വെരി ഗുഡ്. और नंदू जी, हाँ. आप पिछले साल किधर थे? पिछले കഴിഞ്ഞ साल किधर थे? पिछले साल केरला में. केरला में था. हाँ.
अच्छा, और अभी अभी किधर है? हाँ, अभी तमिलनाडु से। तमिलनाडु में। ओ, व्हाट ए चेंज, बहुत चेंज हो गया है ना। हाँ ओके, वेरी गुड। और प्रीति जी, जी। हाँ, आप 10 साल पहले कहाँ थे? 10 साल, मैं 10 मैं വർഷം മുന്നേ। मेरे हम्म, अपना अपना घर में था। अपना घर में था। ओके, अभी घर में नहीं है? जी मेरे अभी भी घर में है। हम्म, हाँ, ഇപ്പോഴും ഞാൻ വീട്ടിൽ തന്നെ ഇരിക്കുകയായിരുന്നു അല്ലേ? पहले मेरे पति का ആ, अभी मेरे पति का घर में है। ओ, ओके, मतलब पहले अभी शादी हो गई अदा। हाँ जी। ആ, ഓക്കെ ഓക്കെ, ആ ഡിഫറൻസ് അല്ലേ. വെരി ഗുഡ് പ്രീതി ജി. ഓക്കെ, और अजित जी। जी जी, आप आज दोपहर कहाँ थे? ഇന്ന് ഉച്ചക്ക് मैं कंपनी में था। कंपनी में। था अच्छा जी, वेरी गुड। और सलमा जी, हाँ जी। आप 20 साल पहले, 20 വർഷം മുന്നേ എവിടെയായിരുന്നു? हम्म, ഉം. ഗവൺമെന്റ് ഗർമേല, ഞാൻ വിചാരിച്ചു സ്കൂളിലൊക്കെ ആയിരുന്നു പറയുന്നത്, അതുകൊണ്ട് 20 വെച്ചെടുത്തത്. അപ്പൊ സ്കൂളിലൊന്നും പറയുന്നതന്നെയല്ല. നിങ്ങൾ സ്കൂളിലൊന്നും അല്ലായിരുന്നു 20 വർഷം മുന്നേ? ഇനിയും പോണം, 30 വർഷം പോണം. ഹേ അതാണല്ലേ. അതാണ് അങ്ങനെ പറയാറ്. ഓക്കെ, വെരി ടൈം ഗുഡ്. നോക്കണെങ്കിൽ ജർമ്മൻ എന്ത് നോക്കുകയാണെങ്കിൽ ഈ ടൈം നോക്കണെങ്കിൽ വീട്ടിൽ തന്നെ. അപ്പൊ ഞാൻ ഇനിയും മേലേക്ക് പോണല്ലേ എന്റെ. രാത്രി പകലല്ലേ സ്കൂളിൽ പോവാ. ഓ ഓ, അങ്ങനെ. അപ്പൊ ഞാന് 20 വർഷം മുന്നേ രാവിലെ എവിടെയായിരുന്നു എന്ന് ചോദിക്കണായിരുന്നു. सुबह में ആ, किधर है? അതാണ് മൈ മിസ്റ്റേക്ക്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, अजीज जी, हाँ जी। हाँ, आपके पापा अभी है क्या? अभी घर में है। घर में है। तो आपके हाँ। पापा सुबह किधर थे? രാവിലെ? सुबह में ഉം. घर में था। घर में ഒന്ന് തേ വെക്കാം അല്ലേ, അച്ഛനല്ലേ അതുകൊണ്ട്. मैं हाँ घर में थे। ओके ओके, घर में थे। ओके, वेरी गुड। और लुलू जी, हाँ, आप इतने दिन कहाँ थी? ഇത്രയും ദിവസം मैं मैंगलोर में था। ബാംഗ്ലൂർ में मैंगलोर में थी। थी अल्ले। ओके ओके, वेरी गुड। रिकॉर्डिंग देखा लुलू जी? हाँ, अरे, देखा। ओके ओके, वेरी गुड। और रोशन जी, रोशन जी बिजी हो गए। ओके, शिबिन जी, तरुण जी, वाइगा जी, शिबिन जी आ गए? हाँ जी। आवाज नहीं आ रही है, साउंड। हाँ अभी ആ ആ, അഭി ടീക്ക് അഭി ടീക്ക്. സാറ് സംസാരിക്കുന്നത് ഭയങ്കര ലോ ആയിട്ടാ, അതുകൊണ്ടാ തോന്നുന്നു കേൾക്കാത്തെ. ഓക്കെ ജി, ठीक है। आप आज शाम किधर थे? आज क्या शाम शाम, ഈവനിങ് അല്ലേ? किधर? हाँ किधर? ഉം. घर में എവിടെയായിരുന്നു? घर में ഇതർ घर में घर घर में में था? അച്ഛാ, हाँ ഓക്കെ ഓക്കെ ജി. നിങ്ങൾ ആരും ബീച്ചില്, പാർക്കില് ഇവിടെയൊക്കെ പൊക്കൂടെ ഒന്ന്? ചുമ്മാ ഒരു വെറൈറ്റിക്കെങ്കിലും പറയാട്ടോ. ഞാൻ ബീച്ചിലായിരുന്നു, പാർക്കിലായിരുന്നു, വീട്ടിൽ നിന്ന് ഇട്ടിട്ട് എനിക്ക് വയ്യാണ്ടായി. ഓക്കെ, വൈശാഖ് ജി, നെയ്യ്. ഓക്കെ, ജഫ്രീൻ ജി, നെയ്യ്. ഇനി ആരും ഇല്ല. വേറെ എല്ലാരും ഞാൻ വിളിച്ചോ? ആരെങ്കിലൊക്കെ जितेश വിട്ടുപോയോ? जितेश बाकी है। जितेश जी, हाँ जितेश जी, आप आप 30 साल पहले, 30 വർഷം മുന്നേ എവിടെയായിരുന്നു? 30 साल पहले मैं केरला में था। केरला में था। अभी किधर है? या अभी गुजरात में हूँ। गुजरात में है। ओके, ये आपका डीपी में ये कौन है, बेबी डॉल जैसी? वो मेरा बेबी डॉल है। आ आ सेकंड डॉटर है।
आपकी बेटी है? कि हाँ मेरी बेटी। बहुत क्यूट है माशाल्लाह। तो वो अभी बड़ी हो गई? हाँ वो अभी 3rd स्टैंडर्ड में है। ओ, आप ही तो अब ये ज्यादा बहुत बड़ी पुराना नहीं फोटो है, है। हाँ, या ज्यादा बड़ी नहीं है। ओके जी, ठीक है, वो बहुत क्यूट है। ഓക്കെ थैंक ജി ടീക്ക് അതോ എസാ ഹെ. അപ്പൊ ഇനി മുതൽ എവിടെ ആയിരുന്നു എന്ന് ചോദിക്കുന്ന സമയത്ത് എവിടെ ആ സ്ഥലത്ത് ആയിരുന്നു എന്ന് പറയുന്ന സമയത്ത് ഉറപ്പായിട്ടും തായ ഒക്കെ വെക്കാൻ ശ്രമിക്കുക. പെട്ടെന്നൊന്നും ചിലപ്പോൾ സ്ത്രീകൾക്ക് പോലും തായെ വരുത്തുണ്ടാവുള്ളൂ. അത് കുഴപ്പമില്ല. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ ഡിസ്റ്റർബ് ചെയ്യണ്ട, വീണ്ടും പറയാൻ നോക്കണ്ട. ലെറ്റ് ഇറ്റ് ബി അല്ലേ, കുഴപ്പമില്ല. നിങ്ങൾ താ വെച്ചാൽ തന്നെ അവർക്ക് മനസ്സിലാവും നിങ്ങൾ ഉദ്ദേശിച്ചായിരുന്നു എന്നാണെന്ന്. ഓക്കെ, അപ്പോൾ ഇനി മുതൽ അത് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, എന്നാ ഞാൻ വൈൻഡപ്പ് ചെയ്തോട്ടെ. ओके मैम। ഓക്കെ, അപ്പൊ നെക്സ്റ്റ് धन्यवाद। ക്ലാസ്സിൽ ओके വരാം. വർക്ക് ओके ചെയ്യാൻ ओके മറക്കരുത്. ഓക്കെ, ओके ठीक है, बाय, धन्यवाद. यू। थैंक यू। ओके धन्यवाद।